السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى وسلام على عباده الذين اصطفى أما بعد. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ ഭംഗിയായി നടക്കുന്ന തലപ്പാടി എന്ന ഈ പ്രദേശത്ത് ദാറുൽ ഉലൂം അറബിക് കോളേജിൻ്റെ സന്നദ്ധദാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഹാസമ്മേളനം, ഈ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്തിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന സമയം ആ നാട്ടിലെ ഓരോ കുടുംബക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും ക്ഷണിച്ചുകൊണ്ട് സഫാ കുന്നിൻ്റെ ചുവട്ടിൽ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു തൗഹീദി പ്രഖ്യാപനമുണ്ട്. ആ ഒരു തൗഹീദി പ്രഖ്യാപനം അതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തനും സത്യസന്ധനും അവരുടെ കണ്ണിലുണ്ണിയുമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൗഹീദിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി അവരുടെ കണ്ണിലെ കരടായി, ആർക്കും വേണ്ടാത്തവനായി സമൂഹത്തിൽ കളിയാക്കപ്പെടുകയും സമൂഹത്തിൽ എതിർക്കപ്പെടുകയും കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കുന്നവരെന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതേ തൗഹീദിൻ്റെ പ്രഖ്യാപനം തുടർന്നിങ്ങോട്ടുള്ള ഓരോ സഹാബാക്കളും അവരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ആ സഹാബാക്കൾക്ക് ശേഷം താബിഈകൾ ഏറ്റെടുക്കുകയും ആ താബിഈകൾക്ക് ശേഷം മുജ്തഹിദുകളും മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഫുഖഹാക്കളും ഏറ്റെടുക്കുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആ തൗഹീദിൻ്റെ വെളിച്ചം കെടാതെ ഇന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച അതേ തൗഹീദിൻ്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് ഓരോ നാടിലും ഓരോ വ്യക്തികളിലും ഓരോ വീട്ടുകളിലും ആ തൗഹീദിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത്. അതിൻ്റെ ഭാഗമെന്നോണം പ്രിയമുള്ളവരെ, ഈ ഒരു നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട ഈ സമ്മേളനം വിളിച്ചോതുന്നത് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ഈ പറയപ്പെട്ടതുപോലെ, ഈ വേദിയിൽ സ്റ്റേജിൽ പറയപ്പെട്ടതുപോലെ, ഖുർആനും സുന്നത്തും കൊണ്ടല്ലാതെ മനുഷ്യന് മോക്ഷം ലഭിക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. എങ്കിൽ ഈ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും സച്ചരിതരായ സലഫുകളായ സഹാബാക്കളുടെയും താബിഈകളുടെയും ഇമാമുമാരുടെയും മാർഗമനുസരിച്ച് കൊണ്ടായിരിക്കണം എന്നൊരു വ്യവസ്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് അചഞ്ചലമായ ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുകയും ജനസമൂഹത്തിലേക്ക് തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധന വീതിയിലേക്ക് ഇറങ്ങിയിട്ടും ഒരാൾക്ക് മുന്നിലും തലകുനിക്കാതെ, ഒരാൾക്ക് മുന്നിലും അടിയറവ് പറയാതെ മുന്നോട്ട് വെച്ച ആദർശത്തിൽ ഒരണുമണി തൂക്കം പോലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ ആരെ മുന്നിലും 100 വർഷം പിന്നിടുമ്പോഴും ഒരു മാറ്റത്തിനും തലകുനിക്കാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശം അതിന്നും അതിൻ്റെ ചരിത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ആദർശം സ്വീകരിച്ചിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സച്ചരിതരായ സഹാബത്തിൻ്റെ മാർഗമനുസരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന, ഈ പ്രസ്ഥാനത്തിന് ചാപകുത്തിക്കൊണ്ടിരിക്കുന്ന ഹദീസ് നിഷേധവും ഖുർആനിൻ്റെ നിഷേധവും ഇതൊക്കെ യഥാർത്ഥത്തിൽ വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ആരൊക്കെയാണോ ഈ പ്രസ്ഥാനത്തിന് ചാപ്പകുത്തുന്നത് അവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആദർശം മാത്രമാണ്. ആ ഖുർആനും സുന്നത്തും സഹാബാക്കളും മനസ്സിലാക്കിയ ആ മാതൃകമനുസരിച്ചു കൊണ്ടാണ്. അതല്ലാത്ത ഈ സ്റ്റേജിൽ പറയപ്പെട്ടതുപോലെ അതല്ലാത്തൊരു മറ്റൊരു മാർഗം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, അത് നാശത്തിൻ്റെയും അതേപോലെ തന്നെ ദലാലത്തിൻ്റെയും തുടക്കമാണെന്നൊരു തിരിച്ചറിവ് ഈ സമ്മേളന പന്തലിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിനെയും സുന്നത്തിനെയും ആധാരമാക്കി സലഫുകളുടെ മാർഗം അനുസരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറ്റുമാറാകട്ടെ. ഹദീസ് നിഷേധത്തിൻ്റെയും അതേപോലെ തന്നെ
ഖുർആനിനെ നിഷേധിക്കുന്നതിനെയും പുതിയ തലമുറയിൽ വളർന്നു വരുന്ന ആ ഒരു മുഅ്തസിലിയത്തിന്റെ വാദത്തെ മുനയൊടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ വക്താക്കളാകാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഈ സൂര്യൻ പടിഞ്ഞാറോട്ട് ചായുന്ന ഈ സമയത്ത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഓരോ ജനങ്ങളോട് നമ്മൾ വിളംബരം ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.